പല കുട്ടികളും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി ക്ഷീണമൊക്കെ തീർത്തിട്ട് ഒരു 1 മന്തിന് ശേഷം ഫ്രഷ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകാന്നുള്ള തീരുമാനത്തിലാണ് പല കുട്ടികളും ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പ്യൂർ മണ്ടത്തരം എന്ന് പറയേണ്ടി വരും. ഹലോ ഡിയർ സ്റ്റുഡൻസ്, +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം 30-35 ദിവസമാണ് നമ്മുടെ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. +2 ബോർഡ് എക്സാം 27-28 ആ ഒരു മാർച്ച് 27-28 നമുക്ക് കഴിയും. അതിനുശേഷം ഒരു മാസവും ഒരു 7 ദിവസവുമാണ് ഏകദേശം. അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരിക +1 ടോപ്പിക്സ് ആയിരിക്കും അല്ലേ. നിങ്ങളിപ്പോൾ +2 ടോപ്പിക്സ് നിങ്ങളിപ്പോൾ ഏകദേശം ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്, അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. പ്ലസ് നമുക്ക് +1 ടോപ്പിക്സിനെ ഒന്നുകൂടെ ഉഷാറാക്കി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറന്നിട്ടുണ്ടാവും. ഈ ഒരു 30 ദിവസം കൊണ്ടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ നമുക്ക് നീറ്റ് എക്സാമിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ദർ ഇസ് 0 ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഐ വിൽ ഷെയർ വൺ ഓഫ് മൈ എക്സ്പീരിയൻസ്. ഞാൻ 2010 ആദ്യമായിട്ട് നീറ്റല്ല അന്ന് APMT പ്രിലിംസ് എന്ന് പറഞ്ഞൊരു എക്സാം ആണ് വരുന്നത്. അപ്പോൾ APMT പ്രിലിംസ് എക്സാം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിരുന്നു. പിന്നീട് നമുക്ക് കേരള എക്സാമും കഴിഞ്ഞ് കേരള മെഡിക്കൽ എൻട്രൻസ് സെപ്പറേറ്റ് ഉണ്ടായിരുന്ന വർഷമായിരുന്നു അത്. അപ്പോൾ പിന്നീട് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് APMT മെയിൻസ് എന്ന് പറഞ്ഞ ഫൈനൽ എക്സാം വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ APMT പ്രിലിംസ് ഇപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ 2 ആളാണ് ക്വാളിഫൈ ചെയ്തിരുന്നത്. ഒന്ന് ഞാനും, രണ്ടാമത്തത് ഷംന എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ പിന്നീട് KMCT മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പിന്നീട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു 1 മന്ത് സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർഭാഗ്യവശാൽ 2 ആൾക്കാരായിരുന്നു ക്വാളിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 ആൾക്ക് വേണ്ടി മാത്രം ഒരു APMT മെയിൻസ് എക്സാം ട്രെയിനിങ് എക്സാം ഒന്നും അല്ലെങ്കിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഐ റിമെമ്പർ കോഴിക്കോടുള്ള 1-2 സെൻറ്റേഴ്സിൽ വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ APMT മെയിൻസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ കിട്ടിയൊരു റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ആരും APMT മെയിൻസ് എക്സാം പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് വേണ്ടി എക്സാം നടത്തിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റിൽ ഐ റിമെമ്പർ 2010 ഞാൻ എക്സാം എഴുതുന്നത്. 2009 വരെയുള്ള APMT മെയിൻസ് എക്സാമിൻ്റെ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്ത സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ഒരുപാട് ഹ്യൂജ് ഔട്ട് ഓഫ് NCERT ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആയിരുന്നു എന്നുള്ളതാണ് അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ APMT പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് ഒബ്ജക്റ്റീവ് ലെവൽ എക്സാം ആക്കുന്നത് 2010 ഞാൻ എഴുതുന്ന ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ ഇതിൽ APMT ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ 2009 വരെയുള്ള പേപ്പറിൻ്റെ ഏകദേശം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2009 മെയിൻസിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് അത്യാവശ്യം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് 2010 മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നത്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ഈ 2010 മെയിൻസ് എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ആ ഒരു നെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം വളരെ സിമ്പിൾ പേപ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ 2010 ആ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും NCERTൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2009 ശേഷം 2010 ആ ഒരു പേപ്പർ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് 2011 APMT പ്രിലിംസ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് 2011 മെയിൻസ് എക്സാം എഴുതുമ്പോഴും ഏകദേശം സിമിലർ പാറ്റേൺ MCQ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറീസ് 2009 അല്ലെങ്കിൽ 2010 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ക്വസ്റ്റ്യൻസ് NCERTൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പ്രത്യേകിച്ചും ഫിസിക്സ് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചുകൂടെ പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസിക്സിൽ ചില വർഷം ഇപ്പോൾ 2024 അല്ലെങ്കിൽ 2024-ഉം 2025-ഉം നീറ്റ് എക്സാം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 2024 പേപ്പർ അത്യാവശ്യം സിമ്പിൾ പേപ്പർ ആയിരുന്നു. 2025 പേപ്പർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ടഫർ പേപ്പർ ആയിരുന്നു. പക്ഷേ ബയോളജിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് 0 ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ എന്നുള്ളതും പറയേണ്ടി വരും. കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ 2010 മുതലുള്ള APMT പ്രിലിംസ് മെയിൻസ് അതുപോലെ തന്നെ 2026 മുതലാണ് നീറ്റ് എക്സാം ആക്കുന്നത്. ഈ നീറ്റ് എക്സാമുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ലൊരു സ്കോർ അടിക്കുന്ന രൂപത്തിലാണ് നമുക്ക് പേപ്പർ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് വേണ്ടത് +2 ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു 40 ദിവസം നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു NCERT നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും +2 ഗോയിങ് സ്റ്റുഡൻസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് +2 ടോപ്പിക്സ് ഏകദേശം സെറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടി വരിക +1 ടോപ്പിക്സ് കുറച്ചുകൂടെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ എക്സാംസുകൾ എഴുതുന്ന ഒരു പെർട്ടിക്കുലർ സിസ്റ്റമാണ്.
അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് നല്ലൊരു വൃത്തിക്ക് ഒരു ക്രാഷ് പ്രോഗ്രാം വേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ആ ഒരു 1 month വാസ് എ ഹ്യൂജ് ലോസ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ നോക്കി പഠിച്ചിട്ടാണ് 2010 മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡോപ്പൻ്റെ ഒരു ക്രാഷ് പ്രോഗ്രാം ആയിട്ടുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു അടിപൊളി പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യും. കറക്റ്റ് പറയുകയാണെങ്കിൽ 2020 നമ്മൾ ഡോപ്പ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഡോപ്പ ക്യാപ്സ്യൂളോട് കൂടിയാണ്. അതായത് നമുക്ക് വൃത്തിക്ക് NCERT ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള, എസ്പെഷ്യലി +1 ടോപ്പിക്സ് വൃത്തിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു പെർട്ടിക്കുലർ സിസ്റ്റമാണ് ഈ ക്യാപ്സ്യൂൾ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് 2 മോഡിൽ നടക്കുന്നുണ്ട്. ഒന്ന് പ്യുവർ ഓൺലൈൻ ആയിട്ടും മറ്റേത് പ്യുവർ ഓഫ്ലൈൻ ആയിട്ടും. പ്യുവർ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മിക്കവാറും ഓരോ ചാപ്റ്ററിനും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സെഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ എൻഡോട് കൂടെ ഒരു 3 മണിക്കൂർ സെഷൻ്റെ എൻഡോട് കൂടെ നമുക്ക് കുറച്ചുകൂടെ NCERT സെറ്റ് ആവാനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഓരോ ചാപ്റ്റേഴ്സുകൾ നമ്മൾ കടന്നു പോകാം. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നിങ്ങൾ +2 കൂടെ നല്ല ഒരു മാർക്ക് അല്ലെങ്കിൽ നീറ്റിൽ നല്ലൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഡോപ്പൻ്റെ ക്യാപ്സ്യൂൾ പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾ +2 ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തോ. അതായത് ക്യാപ്സ്യൂൾ പ്രോഗ്രാമിലേക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുക. ഈ ക്യാപ്സ്യൂൾ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ നമുക്ക് വിചാരിച്ച മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്താൻ പറ്റും. ഈവൺ ഇഫ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും നല്ലൊരു കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആയിരിക്കും ഈ ഒരു ക്യാപ്സ്യൂൾ പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി ക്ഷീണമൊക്കെ തീർത്തിട്ട് ഒരു 1 monthന് ശേഷം ഫ്രഷ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകാന്നുള്ള തീരുമാനത്തിലാണ് പല കുട്ടികളും ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പ്യൂർ മണ്ടത്തരം എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഫൈൻ ട്യൂണിങ് ലെവലിലേക്ക് നമുക്ക് റിപ്പീറ്റിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രാഷ് പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ പ്രോഗ്രാം നിങ്ങൾ ഉഷാറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.